ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് ചേർത്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ആവോലി ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഫിഷ് അത്യാവശ്യത്തിന് വലുതായതുകൊണ്ട് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് പോലെ നടുവെ കീറിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മസാല പിടിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തും ചേർത്തെടുക്കാം. ആവോലി ഫിഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഫിഷിൻ്റെ അകത്തും പുറത്തും നന്നായിട്ട് മസാല കൈകൊണ്ട് ചേർത്ത് എടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. എങ്കിലേ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഇതുപോലെ കൈവച്ച് എല്ലാ ഭാഗത്തും മസാല ചേർത്ത് പിടിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ചേർക്കുന്നുണ്ട്. കാരണം ഫിഷ് നന്നായിട്ട് മുങ്ങിക്കിടക്കണമല്ലോ, അതിനാവശ്യമായ എണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഫിഷ് വറുത്തെടുക്കുവാണ്. ആ ബാക്കി വന്ന മസാല അതിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തത്. ഇനി എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വേവിച്ചെടുക്കാം. ഫിഷ് തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ ഭാഗവും നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം. ഇനി ഞാൻ വേറൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഫിഷ് പൊള്ളിക്കാൻ ആവശ്യമായ മസാല കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഓയിലിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകം ചേർത്തിട്ടുണ്ട്, കറിവേപ്പില, സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, ഇത്ര ഐറ്റംസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിനാവശ്യമായ മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്തത്. മസാല പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു അരക്കപ്പും കോക്കനട്ട് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചേർത്തെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട്
അതിൽ ഫോയിൽ പേപ്പർ വെച്ച്, വാഴ ഇലയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. എനിക്കത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്തത്. അതിൽ നമ്മൾ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഫിഷ് വെച്ച് പൊതിയാണ്. ഞാൻ ഫിഷിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ മസാല എടുത്ത് നമുക്കതിൻ്റെ മേലെ കൂടെ വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഉള്ളി മസാല ചേരുന്നത് പോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ മസാല എടുത്തിട്ട് മേലെയും ഫിഷിൻ്റെ മേലെ ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വേറെ കുറച്ച് അരിഞ്ഞ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ചേർക്കുമ്പോൾ അതിൻ്റെ കുരു പെടാണ്ട് നോക്കണം. കുരു എടുത്ത് മാറ്റി നമുക്ക് നന്നായിട്ടിത് കവർ ചെയ്തെടുക്കാം. ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ നിൽക്കും. വാഴയിലയാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടി വെച്ച് എടുക്കേണ്ടി വരും. ഇങ്ങനെ രണ്ട് സൈഡും കവറാകുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ആ സെയിം മസാല ഉണ്ടാക്കിയ ചട്ടി തന്നെ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഫിഷ് അതിൻ്റെ മേലെ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ക്ലോസ് ചെയ്ത് വെച്ച് ആവി കയറ്റി എടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്കിത് തിരിച്ച് വെച്ച് രണ്ട് സൈഡും അങ്ങനെ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാണ്ട് എടുക്കണം. രണ്ട് സൈഡും അങ്ങനെ റെഡി ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിൻ്റെ ചൂട് തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ആ സമയം കൊണ്ട് 2 പൊറോട്ട കൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്, ഫിഷും കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഫിഷ് ഇവിടെ നന്നായിട്ട് ചൂടാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെച്ചു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഫിഷിൻ്റെ ആ ഒരു സ്മെല്ല് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഫിഷും കറിവേപ്പിലയും പിന്നെ മേലെ ലാസ്റ്റ് ചേർത്ത ആ ഇഞ്ചിയുടെ സ്മെല്ലും എല്ലാമായിട്ട് അടിപൊളിയാണ്. ഇത് ചൂട് പൊറാട്ടയും കൂട്ടി കഴിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട് ഞാനിവിടെ കഴിക്കുവാണ്. ആ മസാലയും ഫിഷും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.